ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ചമേലി, എപ്പോഴാ നീ തിരിച്ചു വരിക? എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നു കേട്ടോ. നിന്നെയും കൂട്ടി ശരിക്കും പോകാൻ തോന്നുന്നു. പെട്ടെന്ന് വരാം. തിരിച്ചു വരാനുള്ള ടിക്കറ്റ് 2 ദിവസം കഴിഞ്ഞാണ്. ഇവിടെ 2 യുവമിഥുനങ്ങൾ അടിച്ച് പൊളിച്ച് നടക്കുകയാണ്. നിനക്കത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കുശുമ്പ്? എനിക്കൊന്നും തോന്നുന്നില്ല. ആരോടും ഒരു കുശുമ്പും ഇല്ല. പ്രണയത്തില് അല്പം കുശുമ്പ് നല്ലതാണ് ചമേലി. ചെറിയ ചെറിയ കുശുമ്പില്ലാതെ എന്തു പ്രണയം? അതില്ലെങ്കിലേ അതൊരു പ്രണയമേ അല്ല. എന്നാലേ നമുക്ക് ഉറങ്ങാം. എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലേ ഞാനേ ഓഫീസിലാണ് മാഡം. അവിടെ ഉറങ്ങുമ്പോ ഇവിടെ ഉറങ്ങാൻ പറ്റില്ല. അവൻ ചിരിയോടെ പറഞ്ഞു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. എങ്കില് ഞാൻ വെച്ചോട്ടെ, നാളെ വിളിക്കാം. 2 പേരും പരസ്പരം ബൈ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവൾ അല്പനേരം കൂടി അവിടെ ഇരുന്നു. ജോയോടൊപ്പമുള്ള നിമിഷങ്ങൾ താൻ എത്ര ഹാപ്പിയാണ് എന്നവൾ ചിന്തിക്കുകയായിരുന്നു. ബെൻ പതിയെ പതിയെ അവളുടെ മനസ്സിൽ നിന്ന് മായാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ജസ്റ്റിനും സോഫിയയും എന്തെടുക്കുകയാണ് എന്ന ചിന്ത അവളിലുണ്ടായത്. 2 പേരും കല്യാണം കഴിക്കാത്തവരാണ്. എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാൽ. അവൾ വേഗം അപ്പുറത്തെ മുറിയിലേക്ക് ചെന്നു. എവിടുന്നോ 2 പേരുടെയും അടക്കി പിടിച്ച സംസാരം കേൾക്കാമായിരുന്നു. അവൾ ചുറ്റിലും നോക്കി. 2 പേരും എവിടെയാണ്? വല്ലതും കഴിക്കണ്ടേ? എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ബാംഗ്ലൂർ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഞാൻ 2നെയും കൂട്ടി UK വന്നത് പ്രണയിക്കാൻ. ഒരു ചമ്മിയ ചിരിയോടെ 2 പേരും കൂടി എവിടുന്നോ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങളെ കറങ്ങാൻ പൊക്കോളാൻ പറഞ്ഞു വിട്ടതാരാ? നല്ല അവസരം കിട്ടിയ ആരാ മുതലാക്കാത്തത്? ജോ സാർ അടുത്തുണ്ടെങ്കിൽ നീയും ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ? സോഫി അല്പം ചമ്മലോടെയാണ് ചോദിച്ചത്. അല്പം കൂടുന്നുണ്ട് നിനക്ക്. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ നീ എന്റെ തലയിൽ ചവിട്ടി കയറുകയാണല്ലേ? അതൊക്കെ പോട്ടെ. നാളെ ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് പോയി കാണാം. രാവിലെ ഡ്രൈവർ വരും. നേരത്തെ കിടന്നുറങ്ങണം, ചമേലി പറഞ്ഞു. അവിടെ 3 ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ 2 കൂടി എന്തോ കണ്ണുകൊണ്ട് കാണിക്കുന്നത് അവൾ കണ്ടു. എന്താണ് 2 പേരുടെ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. 2 പേരും അവനവന്റെ മുറിയിൽ കിടന്നുറങ്ങിക്കോണം. ഇവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഒരു വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ പ്രണയിക്കുന്നത്, അവരുടെ കൂടെ പോകുന്നതും. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് നമ്മളെ ഉപേക്ഷിക്കേണ്ടതായി വന്നാൽ നിനക്കൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. ഇവൻ നിന്നെ ഉപേക്ഷിച്ചു പോകുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പെൺകുട്ടികളാണ്. ഒരു കരുതല് എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. ചമേലി അത്രയും പറഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ ഒരു ലേഡി ആഹാരം എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. ചമേലി വേഗം ആഹാരം കഴിച്ച് മുറിയിലേക്ക് പോയി. പിന്നാലെ സോഫിയയും അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. ജസ്റ്റിൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. നല്ല അവസരമായിരുന്നു. 2 പഞ്ച് ഡയലോഗ് അടിച്ച് അത് നശിപ്പിച്ചു. പൊന്നെ, കരളെ, വാവേ എന്നൊക്കെ വിളിച്ച് ഒരു തരത്തിലാണ് മെരുക്കിക്കൊണ്ട് വന്നത്. അതിനുവേണ്ടി എന്തൊക്കെ പഞ്ചാര വാക്കുകൾ ഉപയോഗിച്ചു. തന്നെ അവൾക്ക് ഇത്രയും വിശ്വാസമില്ലാതെ പോയല്ലോ. നല്ല മൂടായിരുന്നു. അവൻ കൈ ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അപ്പോഴാണ് അവന് മറ്റൊരാശയം തോന്നിയത്. റൂമിൽ പോയി ഫോണിൽ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാം. അല്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കായി. അവൻ വേഗം ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അപ്പോഴാണ് അവൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലായത്.
ജസ്റ്റിനാകപ്പാടെ ഭ്രാന്തു പിടിക്കുന്നത് പോലെ തോന്നി. ചമേലി നേരത്തെ തന്നെ ഉണർന്നു. പിങ്ക് നിറത്തിലുള്ള ഒരു ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. വെള്ളയിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ഓവർകോട്ടും ഉണ്ടായിരുന്നു. മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ കണ്ടാൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുമായിരുന്നു. സോഫിയ ജീൻസും ടോപ്പുമായിരുന്നു വേഷം. കാർ വന്നതിന് ശേഷമാണ് ജസ്റ്റിൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. അവൻ സോഫിയയോട് സംസാരിച്ചതേയില്ല. എന്തു പറ്റി? രണ്ടും കൂടി വീണ്ടും ഉടക്കിയോ? എനിക്ക് ആരോടും ഉടക്കൊന്നുമില്ല, സോഫി പറഞ്ഞു. നീ എന്തിനാ ഇന്നലെ രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അത് നിന്റെ പ്രലോഭനത്തിൽ വീഴാതിരിക്കാനാണ്. ചമേലി പോവേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ഡ്രൈവറോട് സംസാരിക്കുന്നുണ്ട്. ബെൻ രാവിലെ ഓഫീസിൽ പോയപ്പോഴും ജഹനോട് ഒന്നും സംസാരിച്ചില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടക്കാവും. വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴും അവൻ മുറിയിലേക്ക് കയറിപ്പോയി. രണ്ടുപേരും തമ്മിൽ സംസാരം കുറഞ്ഞിരിക്കുന്നു. അവളുടെ പപ്പയും അമ്മയും നന്നായി കെയർ ചെയ്യുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ചമേലിയെ ഒന്ന് കാണണമെന്ന് അവന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവർ തിരിച്ചു പോവുകയാണ്. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പുറത്തേക്ക് പോയി. ചമേലി താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് അവൻ ഓഫീസിൽ നിന്ന് വാങ്ങിയിരുന്നു. അവിടെ റിസപ്ഷനിൽ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇന്റർകോളിലൂടെ അവളെ വിളിച്ചു. ഒരു വിസിറ്റർ ഉണ്ട് മാഡം എന്ന് പറഞ്ഞു. ബെൻ അവന്റെ പേരിന് പകരം മറ്റൊരു പേരാണ് പറഞ്ഞത്. അവന്റെ കമ്പനിയുടെ പേരും പറഞ്ഞിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചമേലി താഴേക്ക് വന്നു. അവിടെ പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ട് അവൾ ഒന്ന് ഞെട്ടി. നീ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? നിന്റെ ഭാര്യ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്കറിയുമോ? അവൾ ഗർഭിണിയല്ലേ? ഈ അവസരത്തില് അവളെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? ഞാനല്ല അവളെ വിഷമിപ്പിക്കുന്നത്, അവളെ എന്നെയാണ് ടോർച്ചർ ചെയ്യുന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒരു 10 മിനിറ്റ് പുറത്തേക്ക് പോകാം, എൻ്റെ കൂടെ വരുമോ? അവൾ ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്നു. ഞാൻ മുറിയിൽ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാം. അവൾ വേഗം മുറിയിലേക്ക് പോയി. ജോയോട് പറയണം എന്ന് വിചാരിച്ചെങ്കിലും അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി. ബെൻ പുറത്ത് കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ചമേലി അവനോടൊപ്പം കാറിൽ കയറി. നിനക്ക് സുഖമല്ലേ? അതെ ബെൻ, ഞാൻ ഹാപ്പിയാ. ബെൻ കാർ സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ചമേലി തടഞ്ഞത്. ബെൻ, ഒരു നിമിഷം. അപ്പോഴേക്കും ജസ്റ്റിനും സോഫിയയും വന്ന് കാറിൽ കയറി. ബെൻ അതിശയത്തിൽ അവളെ നോക്കി. നിനക്ക് അത്ര പോലും എന്നെ വിശ്വാസമില്ല എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. ബെൻ, ഞാൻ ഇവരോട് പറഞ്ഞു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെയുണ്ടെന്ന്. ഇവര് എൻ്റെ കൂടെ വന്നിട്ട് നിന്നെ പരിചയപ്പെടുത്താതെ എങ്ങനെയാ? നിന്റെ നാട്ടിൽ വന്നിട്ട് നിന്നെ കൊണ്ട് ചെലവ് ചെയ്യിക്കണ്ടേ? പുഞ്ചിരിയോടെ ചമേലി പറഞ്ഞു. പെട്ടെന്നാണ് ഒരു ടാക്സി കാർ അവരുടെ കാറിന്റെ മുമ്പിലേക്ക് വന്നു നിന്നത്. അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് ബെൻ വീണ്ടും ഞെട്ടി.